6ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വിക്ടേഴ്സ് ചാനലിലെ ബേസിക് സയൻസ് കാണിച്ച രണ്ട് എക്സ്പെരിമെന്റാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യത്തെ എക്സ്പെരിമെന്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു പാത്രം, ഒരു മെഴുകുതിരി, വെള്ളം, കോണിക്കൽ ഫ്ലാസ്ക്, തീപ്പെട്ടി എന്നിവയാണ് നമുക്ക് ആദ്യത്തെ പരീക്ഷണത്തിന് വേണ്ടത്. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം ഈ പാത്രത്തിലേക്ക് മെഴുകുതിരി വച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളത്തിൽ ഓറഞ്ച് നിറം വരാൻ വേണ്ടി ഞാൻ ഫേബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്തത്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ മെഴുകുതിരി കത്തിക്കുകയാണ്. ഇപ്പോൾ ഈ മെഴുകുതിരി കത്തിയിരിക്കുകയാണല്ലോ. ഇനി ഞാൻ കോണിക്കൽ ഫ്ലാസ്ക് കമഴ്ത്തി മെഴുകുതിരിയുടെ മുകളിൽ വയ്ക്കാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതെ, മെഴുകുതിരി അണയുകയാണ്. അതിനൊപ്പം തന്നെ വെള്ളം ഈ കോണിക്കൽ ഫ്ലാസ്കിനുള്ളിലേക്ക് കയറി വന്നു. കണ്ടില്ലേ കൂട്ടുകാരെ? അപ്പോൾ കൂട്ടുകാരി, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ മെഴുകുതിരി പതിയെ അണഞ്ഞു വന്നു. അതിനോടൊപ്പം തന്നെ ഈ വെള്ളവും പതിയെ മുകളിലേക്ക് കയറി വന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. ഏതൊരു ഇന്ധനവും കത്തുവാൻ ഓക്സിജൻ ആവശ്യമാണ്. അന്തരീക്ഷ വായുവിലെ ഓക്സിജനാണ് കാരണമാണ് ഈ മെഴുകുതിരി കത്തിയത്. അപ്പോൾ ഞാൻ ഈ കോണിക്കൽ ഫ്ലാസ്ക് വച്ചപ്പോൾ ഈ മെഴുകുതിരി പതിയെ അണഞ്ഞു വന്നു. അതിന് കാരണം ഈ കോണിക്കൽ ഫ്ലാസ്കിനുള്ളിൽ വായുവുണ്ട്. അതിലെ ഓക്സിജൻ ഈ മെഴുകുതിരി വലിച്ചെടുത്തു. എന്നാൽ ഈ കോണിക്കൽ ഫ്ലാസ്കിലുള്ള ഓക്സിജൻ കുറവായതിനാൽ ഇത് പതിയെ അണഞ്ഞു വന്നു. ഈ മെഴുകുതിരി പതിയെ അണഞ്ഞു വന്നത്. ഇനി നമുക്ക് ഈ വെള്ളം കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഉയർന്നു വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മെഴുകുതിരി അണഞ്ഞപ്പോൾ ഓക്സിജൻ ഇല്ലാതായി. എന്നാൽ ബാക്കി പലതരം വായു ഈ കോണിക്കൽ ഫ്ലാസ്കിൽ എന്നാലും ഉണ്ട്. ആ വായുവിന്റെ മർദ്ദം കാരണമാണ് ഈ വെള്ളം ഉയർന്നു വന്നത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.